അസ്സലാമു അലൈക്കും. നമ്മൾ പരിശുദ്ധമായിട്ടുള്ള റമളാൻ മാസത്തിലെ ഓരോ ദിവസങ്ങളും നമ്മളിൽ നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളാണ് നമ്മളിലൂടെ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അമല് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ പോകുന്നത്. വെറും 4 തവണ ഈ ഒരു അമലിനെ നിങ്ങൾ ചെയ്താൽ മതി. ഇൻഷാ അള്ളാ ഇതിൻ്റെ ആ ഒരു വലിയ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക തന്നെ ചെയ്യും. അത്രയും ഫലവത്തായിട്ടുള്ള അമലായതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കാരണം. അപ്പോൾ ഇൻഷാ അള്ളാ റമളാൻ 20-ന് മുമ്പായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ നിയ്യത്ത് വെക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റമളാൻ മാസം അവസാനിക്കുന്നത് വരെ സമയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്തു തീർത്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരൊറ്റ ഇരിപ്പിൽ ഓതി തീർക്കേണ്ട ഒരു അമലാണ്. വേഗത്തിൽ നമുക്കിത് ഓതി തീർക്കാനും പറ്റും, അതേപോലെ തന്നെ ഫലവും വേഗത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ കാണാനും സാധിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ അതേതാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. ഇതിനർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ഞാൻ ഇത്തരത്തിൽ പുതുതായിട്ടിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. ഇൻഷാ അള്ളാ നമുക്കതിലേക്ക് കടക്കാം. ഒരു 2 ദിവസമായിട്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടാക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ വാർത്തകളുമാണ് നമ്മുടെ നാനാഭാഗത്ത് നിന്നും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉമ്മമാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് സഹോദരിമാരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇത്താത്തമാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ ചിലർക്കൊക്കെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാതെയായി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും വിചാരിക്കരുത് കാണാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ റിപ്ലൈ കിട്ടാത്തത് എന്ന് ഓർക്കാട്ടില്ലേ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുടെ നാനാഭാഗത്തു നിന്നും കേൾക്കുന്ന വാർത്തകൾ വളരെയധികം മനസ്സിന് ഇടങ്ങേറുണ്ടാക്കുന്ന വാർത്തകളാണ്. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ പേടിച്ചിരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ വീട്ടിലൊരാളെങ്കിലും പുറത്ത് പോയി ജോലി ചെയ്യുന്നുണ്ടാവില്ലേ. അവിടെ നിന്നൊക്കെ കിട്ടുന്ന വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും ന്യൂസുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനെ വല്ലാതെ പേടിപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. ആത്മാർത്ഥമായി തന്നെ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ദുആക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലുതായിരിക്കും അല്ലേ. കാരണം ആരുടെ ദുആയാണ് റബ്ബ് സ്വീകരിക്കുക എന്നറിയില്ല. ഈ ഒരു വീഡിയോ കേൾക്കുന്ന ആരാണെങ്കിലും അവരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ 5 വക്ത നിസ്കാരം നിസ്കരിക്കുന്നില്ലേ, അതിലൊരു 5 മിനിറ്റ് ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു സമാധാനപരമല്ലാത്ത ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു രക്ഷ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദുആ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണുക തന്നെ ചെയ്യും. കാരണം ഇത് റമളാൻ മാസമാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് എന്തൊക്കെ പ്രാർത്ഥിച്ചാലും അതിനൊക്കെ ഉത്തരമുള്ളൊരു സമയമാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് എല്ലാവരും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. ഞാനും എൻ്റെ വിലപ്പെട്ട ദുആയിൽ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറായിട്ടുള്ള ഒരു ജീവിതം നൽകട്ടെ. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ആദ്യം പ്രളയം വന്നു, അതിനുശേഷം കൊറോണ വന്നു, എന്നിട്ട് ഒരുപാട് നാൾ അടച്ചിട്ടു. നമുക്കൊരുപാട് കടങ്ങളായി, ബുദ്ധിമുട്ടുകളായി, സാമ്പത്തിക പ്രതിസന്ധികളായി. അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറണം എന്ന് വിചാരിച്ച് ഒരു നല്ല വീട് വെക്കണം, എൻ്റെ ഈ ഒരു കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ കിട്ടണം, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടണം, നല്ല സന്തോഷത്തോടു കൂടെ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തരും കടൽ കടന്ന് ഓരോ പ്രവാസി സുഹൃത്തുക്കളും ഇവിടെ നിന്ന് മറ്റ് നാട്ടുകളിൽ പോയിട്ട് അന്നം കിട്ടാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ അന്നം കൊടുക്കുന്ന നാടിന് ഇത്തരം ഒരാപത്തുകൾ വരുമ്പോൾ, ഇത്തരം ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവൻ്റെ ഓരോ പാതികളാണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് അവരെ ദുആകളിലൊക്കെ ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു യുദ്ധത്തിൻ്റെ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് കുറച്ച് മാസങ്ങൾക്കും കുറച്ച് വർഷങ്ങൾക്കും ശേഷമായിരിക്കും. അതേപോലെ തന്നെ ഇതെന്താണെങ്കിലും ഒരു കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ അണഞ്ഞ് പോകുമായിരിക്കും ഈ ഒരു ഭീതി. ഇനി ഇതിൻ്റെ എഫക്റ്റ് വരാൻ പോകുന്നത് എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നമ്മുടെ ആയത്തുകളിലാണെങ്കിലും ഹദീസുകളിലാണെങ്കിലും എല്ലാവരും പഠിച്ചിരിക്കുന്നൊരു കാര്യമാണ്, ഇനി ഇങ്ങനൊരു പ്രശ്നമുണ്ടാകും, ഒരു യുദ്ധമുണ്ടാകും എന്നുള്ളതൊക്കെ.
അപ്പോൾ അതിങ്ങനെ പൊതുവായിട്ട് പറയുന്നതിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒക്കെ പറയാൻ കാരണം. നമുക്ക് എന്താണെങ്കിലും അതും കൂടെ ഒന്നും പോകുന്നില്ല. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളുടെയൊക്കെ കുടുംബത്തിലുള്ള ഓരോരുത്തരെങ്കിലും അതിലൂടെ ആ ഒരു പ്രവാസ ലോകത്ത് കൂടെ ജീവിച്ച് പോരുന്നുണ്ട്. ഒരു പ്രവാസിയാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ സ്വന്തം വീടും നാടും മക്കളെയും ഒക്കെ വിട്ട് അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഇത്തരത്തിലൊരു പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ നമ്മളല്ലാതെ മറ്റാരാണ് അവരെ ഓർക്കുക? ആ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളുടെ ഒരു ദുആ അവർക്ക് ഇപ്പോൾ അത്യാവശ്യമായ ഘട്ടമാണ്. അപ്പോൾ ആ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഉള്ളറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാ അള്ളാ. അപ്പോൾ നമുക്ക് ഏതാണ് ആ ഒരു വിഷയം എന്ന് നോക്കാം. ഇത് ശുദ്ധിയുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ ആദ്യം പറയാണ് അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു വൃത്തിയുള്ള സ്ഥലത്തിരിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കണം. നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്തിരുന്ന് കിബിലക്ക് അഭിമുഖമായിട്ട് ഇരിക്കലും നിർബന്ധമാണ്. വുളു ഉണ്ടായിരിക്കലും നിർബന്ധമാണ്. ശരീരവും വസ്ത്രവും അതുപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കേണ്ടതും നിർബന്ധമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫാത്തിഹ സൂറത്താണെങ്കിലും അതുപോലെ തന്നെ ഇഖ്ലാസ് സൂറത്താണെങ്കിലും ഇതൊക്കെ നമുക്ക് കാണാതെ അറിയുന്നതല്ലേ. അപ്പോൾ നമ്മളൊരു നിശ്ചിത പ്രകാരം ഇതൊക്കെ അങ്ങനെ നടന്നിട്ടും ഇരുന്നിട്ടും കടന്നിട്ടൊക്കെ ഓതാറുണ്ടാവും അല്ലേ. ഇതങ്ങനെ ഓതേണ്ട ഒരു കാര്യമില്ലല്ലേ. ഇത് നമ്മൾ കിബിലക്ക് തിരിഞ്ഞിരുന്ന് നല്ല വസ്ത്രത്തോടുകൂടെ നല്ല മനസ്സോടുകൂടെ ഓതേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചെയ്യാം. പക്ഷേ ഏറ്റവും മഹത്തായിട്ടുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയമാണ് അല്ലേ. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഒറ്റ ഇരുത്തത്തിലിരുന്ന് 4 യാസീനാണ് നമ്മൾ ഓതേണ്ടത്. 4 യാസീന് നമ്മുടെ മഹാനായിട്ടുള്ള ഹിദ്ർ നബിയുടെ പേരിലാണ് നമ്മൾ ഓതേണ്ടത്. ഇതിന് വലിയ പ്രത്യേകതകളുണ്ട് അല്ലേ. ഇതിൻ്റെ ആ ഒരു ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ അനുഭവങ്ങളാണ് അറിയുന്നതെന്നറിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു അമലിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള കാരണം. അപ്പോൾ ഹിദ്ർ നബിയുടെ പേരിൽ 4 യാസീന് മുടങ്ങാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരു യാസീനെ നമ്മൾ മഗ്‌രിബിക്ക് ഓതിയിട്ട് ഒരു യാസീന് നമ്മൾ ഇശാക്ക് ഓതുക, ഒരു യാസീന് നമ്മൾ പിറ്റത്തെ ദിവസം സുബഹക്ക് ഓതുക, അങ്ങനെ വേണ്ട. 4 എണ്ണവും ഈ ഒരു ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും. അപ്പോൾ എല്ലാവരും ഈ ഒരു അമലിനെ മുറുകെ പിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഓർക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഇടങ്ങേറുകൾ ഈ ഒരു യുദ്ധത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ഇടങ്ങേറുകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും ഇനിയും. അപ്പോൾ എല്ലാവരും നമുക്ക് ഉണ്ടാകുന്ന ചിലവുകൾ, ഇനിയിപ്പോൾ ഈദ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കല്യാണങ്ങൾ വരുന്നുണ്ടാകും. അതിന് ഡ്രസ്സ് എടുക്കലാണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും ഒന്നും ആർഭാടകരമാക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ ചിലവുകൾ വരുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും കൂട്ടുകാരെയും എല്ലാവരെയും വിളിച്ച് ഒരു 10,000 പേർക്കില്ല ഒരു കല്യാണമാക്കി മാറ്റാതെ കഴിയുന്നതും പരമാവധി നമ്മുടെ ചിലവുകളൊക്കെ ചുരുക്കിയിട്ട് എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ പണത്തെ സൂക്ഷിക്കുക. കാരണം അത്രയും മോശപ്പെട്ട ഒരു അവസ്ഥ ഇനി നമുക്ക് എല്ലാവർക്കും വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ മോശപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചിലവാക്കി നടക്കുന്നവർക്ക് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ സൗമ്യമായി ചിലവഴിച്ച് നടക്കുന്നവർക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളുടെ സമ്പത്താണെങ്കിലും മറ്റ് സ്വത്തുക്കളാണെങ്കിലും നമുക്ക് കഴിയുന്ന രീതിയിൽ നല്ലവണ്ണം നോക്കി സൂക്ഷിച്ച് ചിലവാക്കാനും സൂക്ഷിച്ച് നടക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലേ. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദ്വാവസ്യത്തോടു കൂടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ ഒരു അമൽ ചെയ്ത് നോക്കും എന്നുറപ്പുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം വളരെ വേഗത്തിൽ നമുക്കിത് ഉത്തരം കിട്ടുന്ന ഒരു അമലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വിഷയമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.